വയനാട്ടിലെ ആക്രി സംഭരണ കേന്ദ്രത്തിന് തീയിട്ടയാൾ അറസ്റ്റിലായി. കൽപ്പറ്റ എമിലി സ്വദേശി സുജിത് ലാലാണ് പിടിയിലായത്. സംഭരണ കേന്ദ്രത്തിലെ ജീവനക്കാരനോടുള്ള വ്യക്തിവിരോധമാണ് ഈ തീവെപ്പിന് പിന്നിലെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. കൽപ്പറ്റ എടപ്പട്ടിയിലെ ആക്രി സംഭരണ കേന്ദ്രത്തിന് തീയിട്ട കേസിലെ പ്രതിയാണ് പോലീസിന്റെ പിടിയിലായത്. കൽപ്പറ്റ എമിലി സ്വദേശി സുജിത് ലാലാണ് ചൊവ്വാഴ്ച രാത്രി 9:30 ഗോഡൌണിന്റെ ഗേറ്റിലെത്തി പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. ഈ ദൃശ്യങ്ങൾ ഇവിടുത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. സംഭരണ കേന്ദ്രത്തിലെ ജീവനക്കാരനോടുള്ള വ്യക്തിവിരോധമാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് സുജിത് ലാൽ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. പ്രതിയെ പിടികൂടിയെങ്കിലും തീപിടുത്തത്തിലുണ്ടായ ലക്ഷങ്ങളുടെ നഷ്ടം എങ്ങനെ നികത്തുമെന്ന ആശങ്കയിലാണ് ഉടമ അബ്ദുൽ നാസർ. പോലീസ് പറയുന്നത് പിന്നെ ഇവിടുത്തെ പണിക്കാർ തമ്മിലുള്ള പ്രോബ്ലം കൊണ്ട് അവന് ദേഷ്യം പിടിച്ചിട്ട് ചെയ്തതാണെന്നാണ് പോലീസിൻ്റെ. ഇപ്പം വയറിങ് എല്ലാ സംഭവം പോയി. മിഷൻ ഉണ്ടായിരുന്നു, മോട്ടറിൻ്റെ ഒക്കെ കത്തിക്കുകയാണ്. മിഷൻ പൊട്ടി തെറിച്ചാൽ കഴിഞ്ഞിനും ബണ്ടറിലാക്കുന്നൊരു മിഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ. ഏതായാലും വലിയ നാശനഷ്ടവും അതിനടുക്ക് മാനനഷ്ടവും പിന്നെ ധനനഷ്ടവും ടെൻഷനും എല്ലാം കൂടി. ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്ന് ആക്രി സാധനങ്ങൾ സംഭരിച്ച ബിസിനസ് നടത്തുന്നയാളാണ് അബ്ദുൽ നാസർ. പതിറ്റാണ്ടുകളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു. തീപിടുത്തത്തിൽ 15 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക്. മാതൃഭൂമി ന്യൂസ്, വയനാട്.